അസ്സലാമലൈക്കും. ഞാൻ പറയാൻ പോണ കാര്യം നല്ല ശ്രദ്ധിച്ച് കേട്ടോളി. പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും എന്താ ചെയ്യേണ്ടി എന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും ആൾക്കാർക്ക് ഭയങ്കര എന്താ പറയുക, ഒരു പേടിയാണ്, വെപ്രാളാണ്, എന്താ കാട്ടുക എന്നുള്ളത്. ഞാനത് പറയാനുള്ള കാരണം, ഞാൻ ഒരു മരണം വീട്ടിൽ പോയപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ മയ്യത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ വാതിലൊക്കെ അടച്ചിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഞാനവിടെ ചെന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെ മയ്യത്ത് അളവ് എടുക്കാനാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ല പാറ, അപ്പോൾ അത് വെട്ടി എടുക്കുമ്പോൾ ഒരുപാട് പണിയാവും. അപ്പോൾ നമുക്ക് നമ്മൾ അളവ് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോണത്. സാധാരണ നമുക്കൊരു ആദേശം കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് 3/4 മണിക്കൂറായി ഡ്രസ്സ് മാറ്റാൻ കയറി, മയ്യത്തിന് ചേഞ്ച് ആക്കാൻ കയറിയിട്ട് ഇപ്പോൾ സ്ത്രീകളെ. കാരണം ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ ഒരു മയ്യത്തിന്റെ കട്ടിൽമൊക്കെ എടുത്തിട്ട് നിറച്ചും പെണ്ണുങ്ങൾ, ഒരു 10-20 പെണ്ണുങ്ങളുണ്ടാവും ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കാൻ. പല പല അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പല കൂടിക്കുക. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ കയ്യൊക്കെ ആയാസപ്പെടുത്തിയൊക്കെ ചോദിച്ചു അവരോട്. അപ്പോൾ കയ്യൊക്കെ ആയാസപ്പെടുത്തി. അപ്പോൾ നജസ്സൊക്കെ വൃത്തിയാക്കി വെച്ചപ്പോൾ നജസ്സൊന്നും വൃത്തിയാക്കില്ല. അപ്പോൾ ഇവര് ഞാൻ പറയാനുള്ള കാരണം, ഈ 3/4 മണിക്കൂർ ഇവർ എന്താ ചെയ്തതെന്നുള്ള ഓൽക്ക് തന്നെ അറിയില്ല. കാരണം വെച്ചാൽ ചില ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ തെറ്റോ അല്ലെങ്കിൽ ശരിയാവോ എന്നുള്ള ധാരണ കണ്ടോ. അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നല്ല ശ്രദ്ധിച്ചോളൂ. ആദ്യം തന്നെ ആണായാലും പെണ്ണായാലും മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നുള്ളത് നല്ല ശ്രദ്ധിച്ച് കേട്ടു. കാരണം ഇത് നാളെ എനിക്കും എന്റെ പേരേലും എല്ലാവരുടെ പേരേലും ഉണ്ടാവുന്ന ഒരു കേസാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലോണം മനസ്സിലാക്കുക. ആദ്യം തന്നെ ചെയ്യേണ്ടത്, മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ണെന്ത് ചെയ്യുക, അടച്ചു കൊടുക്കുക. എന്നിട്ട് കണ്ണടച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ചിലപ്പോൾ പള്ളിയിലെ കട്ടിലൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ കട്ടിൽമേൽ കൊണ്ടുപോയിട്ട് മയ്യത്ത് എന്ത് ചെയ്യുക, കൊണ്ടുപോയി കെടുത്തുന്ന സമയത്ത് നമ്മൾ മയ്യത്ത് എടുക്കുന്ന സമയത്ത് കെടുത്തുന്ന സമയത്തൊക്കെ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറയേണ്ടത്. മയ്യത്ത് കെടുത്തുമ്പോൾ ഇരുത്തുമ്പോൾ കട്ടിൽമേൽ കെടുത്തുമ്പോഴൊക്കെ അത് പറഞ്ഞു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, കൈയൊക്കെ എടുക്കണം, നല്ലോണം എന്ത് ചെയ്യുക, മയ്യത്തിന് നമ്മൾ കണ്ണടച്ച് കൊടുത്തില്ലേ, നേരെ എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയതിന് ശേഷം നമ്മൾ തുണി നീളങ്ങനെ ഇടും. അതിന് ശേഷം എന്ത് ചെയ്യാറ്, കൈയൊക്കെ നല്ലോണം അതുപോലെ നല്ലോണം 1-2 പ്രാവശ്യം ആയാസപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഭാഗം ഇത് നല്ലോണം ആയാസപ്പെടുത്തുക. നമ്മൾ ഈ വിരലുകളൊക്കെ ഉള്ളിൽ കൂടെ കൈ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക മയ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കാലുണ്ടല്ലോ, ഈ കാല് എന്ത് ചെയ്യുക, ഇതുപോലെ നല്ല 1-2 പ്രാവശ്യം നല്ല മടക്കി കൊടുക്കുക. ഇതുപോലെ തന്നെ. ഇത് നിങ്ങൾ പേടിക്കൊന്നും വേണം, നിങ്ങൾക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിന്റെ അഭിപ്രായങ്ങൾ കുറെ ആൾക്കാർക്ക് പറയാനൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ കാര്യം നിങ്ങൾക്ക് ഓടിയും ചെയ്യുക. നല്ലോണം ഇങ്ങനെ എന്ത് ചെയ്യുക, നല്ലോണം ആയാസപ്പെടുത്തി കൊടുക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, മയ്യത്തിന് എന്ത് ചെയ്യുക, ഒന്ന് ഇരുത്താൻ നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുന്ന മാതിരി മയ്യത്തിന്റെ ഇടതുഭാഗത്ത് ഒരാൾ മയ്യത്തിന്റെ ഇടതുഭാഗത്ത് നിൽക്കുക. കട്ടിലിന്റെ ഇടതുഭാഗത്ത് നിന്നിട്ട് വലതുഭാഗം കൊണ്ട് കൈ മെല്ലെ പൊന്തിച്ചിട്ട് എന്ത് ചെയ്യുക, നല്ലൊന്ന് ചെരിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഒന്നുകൂടി 2 പ്രാവശ്യം ചെരിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ചെരിച്ചു കൊടുക്കുന്ന സമയത്ത് തൊള്ളത് കൂടെ ചിലപ്പോൾ കഞ്ഞി, ചോര, അങ്ങനത്തെ സംഗതികളൊക്കെ ചിലപ്പോൾ വരും. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക, ഒരു നൊരൊക്കെ വരും. അപ്പോൾ ഒരു തുണി കൊണ്ട് എന്ത് ചെയ്യുക, അത് വൃത്തിയാക്കിയാൽ മതി. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എന്നിട്ട് എന്ത് ചെയ്യുക, മയ്യത്തിന് അവിടെ കെട്ടി കഴിഞ്ഞതിന് ശേഷം അപ്പം നിങ്ങൾ എന്ത് മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ, ഒരു 1-2 ആളുകളെ ഇത് ചെയ്യാൻ മതി. കാരണം കുറേപാട് പെണ്ണുങ്ങൾ കൂടി നിന്നിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, 1-2-3 ആളുകൾ ഇത് ചെയ്യുക. ഇത് ബാക്കിയുള്ള ആൾക്കാരോട് നിങ്ങൾ മാറിക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ ധൈര്യത്തിൽ നിങ്ങൾക്ക് പറയാം. കാരണം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, പുറത്തുള്ള ആളുകൾ നോക്കിക്കേണ്ട കേസല്ല. അപ്പോൾ എന്ത് ചെയ്യാം, മയ്യത്തിനെ കെട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു ലേസം ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് നജസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഡൗട്ട് തീർക്കണ നല്ലതാണ്. ഇടത് കൈമൽ ശീല ചുറ്റിട്ട് എന്ത് ചെയ്യാം, ഈ ഗുഹസ്ഥാനത്തിലൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കുക. നജസ് ഉണ്ടോ നോക്കിയതിന് ശേഷം നല്ലോണം വെള്ളം കൊണ്ടൊക്കെ തുടച്ച് വൃത്തിയാക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, മയ്യത്ത് കട്ടിൽമ കെടുത്തുമ്പോൾ അടിയിൽ തുണികളൊന്നും ഇടണ്ട, സാധാരണമാതിരി കട്ടിൽമ കെടുത്തിയാൽ മതി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, മയ്യത്ത് കെടുത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ, അതിന് മുന്നേ ഒരു വീഡിയോസ് പറഞ്ഞതാണ്. മയ്യത്തിന് കെടുത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അതാ ഇത് കിബിലന്റെ ഭാഗം, നമ്മൾ കബറിൽ കെടുത്തുന്ന മാതിരി അല്ല മയ്യത്തിന് കെടുത്തേണ്ടത്. ശരിക്കും അങ്ങനെയാണ് കെടുത്തേണ്ടത്. മയ്യത്ത് ഇതാ കബറിൽ നമ്മളെങ്ങനെ കെടുത്തേണ്ടത്, വീട്ടിൽ നമ്മളിതെങ്ങനെ ചരിച്ചിട്ട് ഈ ലെവലിലേക്കാണ് മയ്യത്ത് വീട്ടിൽ കെടുത്തേണ്ടത്. ഇതാ ഇങ്ങനെ നമ്മൾ മയ്യത്ത് കബറിൽ കെടുത്തുന്ന മാതിരി. പക്ഷെ നമുക്ക് എന്തില്ല, അങ്ങനെ കെടുത്തുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ പറഞ്ഞെങ്ങനെ വെച്ചാൽ, നമ്മളത് ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാൽഭാഗം വരിക, പിന്നെ കിഴക്ക് ഭാഗത്തേക്ക് തലഭാഗം വരിക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, കുറച്ച് എന്ത് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ഒരു കനുള്ള വസ്തുവെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യുക, കുറച്ച് പൊന്തിച്ചു കൊടുക്കുക തലഭാഗം. എന്നിട്ട് കിബിലയിലേക്ക് എന്ത് ചെയ്യുക, മുഖാക്കി വെക്കുക. ഒരു കാരണവശാലും നമ്മൾ മയ്യത്ത് കബറിൽ കെടുത്ത് ഇങ്ങനെ വീട്ടിൽ കെടുത്ത് ഇങ്ങനെ ഈ ലെവലിലേക്ക് കെടുത്തിട്ട് മുഖം മുകളിൽ ഭാഗം ആക്കിയിട്ട് കെടുത്തുന്ന സമ്പ്രദായം ഇല്ല. പിന്നുള്ളത് ഈ നേരത്തെ പറയും കബറിൽ ചെരിച്ച് കെടുത്തുന്ന മാതിരിയല്ല. പിന്നെ ഏറ്റവും നല്ലത് പിന്നുള്ളത് ഇതാ സാധാ അങ്ങനെ തലഭാഗം കിഴക്ക് ഭാഗത്തേക്ക് തലഭാഗം വരിക, പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാൽഭാഗം തരും കുറച്ച് ഉയർത്തി കൊടുക്കുക. അങ്ങനെയാണ് കെടുത്തേണ്ടത്. അതോടുകൂടി കഴിഞ്ഞ് പിന്നെ ഒരിച്ച കാര്യം കൂടി പറഞ്ഞുതരാം. പിന്നെ ഒരാൾ എന്ത് ചെയ്യണ്ട, മയ്യത്തിന് ഇങ്ങനെ തുറന്നു കൊടുക്കാനും തുറന്നെടുക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല. ആളുകൾ വന്നിട്ട് കണ്ടു പോയിക്കോളൂ. അല്ലാതെ ഒരാൾ ഇരുന്ന് ഇപ്പൊ അധിക സ്ഥലത്തും അങ്ങനെ ഒരാൾ കസാലിട്ടിരിക്കുക, എന്നിട്ട് വരുന്ന ആൾക്കാർക്ക് തുറന്നു കൊടുക്കുക. മയ്യത്തിനെ കാണലും സുന്നത്തുമില്ല, നിർബന്ധമില്ല. ആളുകൾ വരിക, ഓല് കണ്ടു പോയിക്കോളൂ. നിങ്ങൾ ക്ഷണിക്കുകയെ അല്ലെങ്കിൽ മയ്യത്ത് എടുക്കാൻ നേരത്തെ കണ്ടോ, ചില ആൾക്കാരെ കണ്ടോ മയ്യത്ത് എടുക്കാൻ നേരത്ത് പിന്നെ മയ്യത്ത് എടുക്കാൻ പോവാണെങ്കിൽ കാണാനുള്ള ആൾക്കാരൊക്കെ കണ്ടോളി എന്ന് പറയും.
അപ്പൊ ഈ അങ്ങനെ പറയുമ്പോ ഈ കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾ പോയി കാണും. അപ്പൊ ഒരു തിരക്കാം. ഏതെങ്കിലും വിവരമില്ലാത്ത ആളുകളെ അങ്ങനെ പറയുള്ളൂ. അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല. മയ്യത്ത് കാണൽ സുന്നത്തുൽ നിർബന്ധമില്ല. ആളുകൾ വന്ന് കണ്ടുപോയിക്കോളൂ. നിങ്ങളായിട്ട് എന്ത് ചെയ്യുക, തുറന്നു കൊടുക്കുക, ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നിങ്ങളിത് എന്ത് ചെയ്യുക, ഒരു മെസ്സേജായിട്ട് കൂട്ടുക, എത്രയും പെട്ടെന്ന് എല്ലാ ഗ്രൂപ്പിലേക്കും കുടുംബ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കിട്ടോ. കാരണം നമുക്ക് എടുക്കാൻ കഴിയുന്ന സുന്നത്തുകൾ നമുക്ക് ഇപ്പോഴും എടുത്തു കൊടുക്കാൻ കഴിയും, പിന്നെ എടുത്തു കൊടുക്കാൻ കഴിയില്ല. പിന്നെ ആ മയ്യത്തിന്റെ പേരിൽ നമ്മൾ പിന്നെ ഒരിക്കലും ചെയ്തു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എടുക്കുന്ന സുന്നത്തുകളായാലും ഫർളായാലും, ഫർള് നിർബന്ധമാണ്, സുന്നത്തുകൾ ഒഴിവാക്കണ്ട എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല, സാധാരണ നാട്ടിൽ അഭിവൃദ്ധിക്കാൻ മറയാകുമ്പോൾ കുളിപ്പിക്കാൻ അങ്ങനെയൊക്കെയുള്ള ഏർപ്പാടും അത് ഇതും പിന്നെ മറ്റുള്ള പണിക്കൊക്കെ പോണ ആൾക്കാരാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടത് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഒരു ഉമ്മാന്റെ ഖബറാണ്. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഓലെ കൂടെ നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തും. ഇവിടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഉമ്മയും ഉപ്പയൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്, എൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. ഓലെ കൂടെ ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കിട്ടോ. അസ്സലാമു അലൈക്കും.